ഹലോ എവരിവൺ, എല്ലാവർക്കും പാത്വേസ് അക്കാദമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് കസീനി, ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി, നാഷണൽ TB എലിമിനേഷൻ പ്രോഗ്രാം, സ്റ്റാർ ലൈനർ, പ്ലേസസ് ഇൻ ന്യൂസ് ആയിട്ട് ന്യൂസന്താര. അപ്പോൾ അതിലാദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കസീനി മിഷനെ കുറിച്ചാണ്. ഈ കസീനി സ്പേസ് ക്രാഫ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ നമ്മുടെ യൂണിവേഴ്സിൻ്റെ ഒരു ബൈൻഡിങ് ഫോഴ്സ് ആയിട്ട്, അതായത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ വലിയൊരു കോൺട്രിബ്യൂട്ടറായിട്ട് കണക്കാക്കുന്ന ഡാർക്ക് മാറ്ററിനുള്ളൊരു ഓൾട്ടർനേറ്റീവ് തിയറി ഉണ്ടായിരുന്നു, ഒരു മോണ്ട് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്. അപ്പോൾ അതിൻ്റെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യുന്ന ചില കണ്ടെത്തലുകൾ പുതുതായിട്ട് വന്നിട്ടുണ്ട്. അതിനുള്ള കാരണം കസീനി മിഷൻ ആണെന്ന് പറഞ്ഞിട്ട് ഒരു ആർട്ടിക്കിൾ ഇന്നത്തെ ഹിന്ദുവിൻ്റെ സയൻസ് പേജിനകത്ത് വന്നിട്ടുണ്ട്. ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഈ കസീനി സ്പേസ് ക്രാഫ്റ്റിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ കസീനി സ്പേസ് ക്രാഫ്റ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കസീനി മിഷൻ എന്ന് പറയുന്നത്, നാസയും യൂറോപ്യൻ സ്പേസ് ഏജൻസിയും അതുപോലെ തന്നെ ഇറ്റാലിയൻ സ്പേസ് ഏജൻസിയും കൂടി സംയുക്തമായി നടത്തിയിട്ടുള്ള സാറ്റേണിനെ കുറിച്ചും സാറ്റേണിന്റെ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള അവരുടെ റിംഗ് സിസ്റ്റത്തെ കുറിച്ചും, അതായത് സാറ്റേണിനെ സറൗണ്ട് ചെയ്യുന്ന കുറേ വളയങ്ങളുണ്ട്, ആ വളയങ്ങളെ കുറിച്ചും ടൈറ്റൻ ഉൾപ്പെടെയുള്ള സാറ്റേണിന്റെ നാച്ചുറൽ സാറ്റലൈറ്റുകളെ കുറിച്ചും അല്ലെങ്കിൽ മൂണുകളെ കുറിച്ചും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ക്യാരി ചെയ്തിട്ടുണ്ടായിരുന്ന വളരെ സഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു റോബോട്ടിക് സ്പേസ് ക്രാഫ്റ്റ് ആണ് ഈ കസീനി എന്ന് പറയുന്നത്. ഇത് 1997 നാസ ലോഞ്ച് ചെയ്യുന്നത്. അത് സാറ്റേണിൽ വിസിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ സാറ്റേണിനെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ള 4ാമത്തെ സ്പേസ് ക്രാഫ്റ്റ് ആണ് ഈ കസീനി എന്ന് പറയുന്നത്. പക്ഷേ സാറ്റേണിന്റെ അറ്റ്മോസ്ഫിയറിനകത്ത് എൻ്റർ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ സാറ്റേണിന്റെ ഓർബിറ്റിനകത്ത് എൻ്റർ ചെയ്തിട്ടുള്ള ലോകത്തിലെ ആദ്യത്തെ മിഷനും കൂടിയാണ് ഈ കസീനി മിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കസീനി സ്പേസ് ക്രാഫ്റ്റും കൂടി ഉൾപ്പെടുന്ന ഈ ഒരു മിഷനെ ശരിക്കും കസീനി ഹുഗീൻസ് മിഷൻ എന്നാണ് വിളിക്കാറുള്ളത്. കാരണം ഈ കസീനി സ്പേസ് ക്രാഫ്റ്റിനകത്ത് ഇവരൊരു ഹുഗീൻസ് എന്ന് പറയുന്ന യൂറോപ്യൻ സ്പേസ് ഏജൻസി ബിൽഡ് ചെയ്തിട്ടുള്ള ഒരു സ്പേസ് പ്രോബും കൂടി ക്യാരി ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഹുഗീൻസ് എന്ന് പറയുന്ന സ്പേസ് പ്രോബിനെ ഈ കസീനി സ്പേസ് ക്രാഫ്റ്റ് പാരാഷൂട്ട് ഉപയോഗിച്ചുകൊണ്ട് സാറ്റേണിന്റെ ഏറ്റവും വലിയ മൂണായിട്ടുള്ള ടൈറ്റനിലേക്ക് 2005 ഡിപ്ലോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിലവിൽ ലോകത്തിലെ ഏറ്റവും ഡിസ്റ്റന്റ് ആയിട്ടുള്ള, ഭൂമിയിൽ നിന്ന് ഏറ്റവും ഡിസ്റ്റന്റ് ആയിട്ടുള്ള, സോളാർ സിസ്റ്റത്തിലെ ഏറ്റവും ഡിസ്റ്റന്റ് ആയിട്ടുള്ള ലാൻഡിംഗ് ആയിട്ട് കണക്കാക്കുന്നത് ഈ പറയുന്ന ഹുഗീൻസ് സ്പേസ് പ്രോബ് ടൈറ്റനിൽ ലാൻഡ് ചെയ്തതാണ്. അപ്പോൾ ഇത് ഈ പറയുന്ന കസീനി പ്രോബിനെ കുറിച്ച് അല്ലെങ്കിൽ കസീനി സ്പേസ് ക്രാഫ്റ്റിനെ കുറിച്ച് പറയാറുള്ളത് ഇതൊരു ഓവർ അച്ചീവർ ആയിട്ടുള്ള മിഷൻ ആയിരുന്നു എന്നാണ് പറയാറുള്ളത്. കാരണം നാസ വിചാരിച്ചതിനെക്കാട്ടിലും കൂടുതൽ ഡാറ്റ കളക്ട് ചെയ്യാൻ പറ്റിയില്ല, കൂടുതൽ കാലം ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്പേസ് മിഷൻ ആയിരുന്നു ഈ കസീനി മിഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് എന്ന് പറയുന്നത് IAEA കുറിച്ചാണ്, അല്ലെങ്കിൽ ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയെ കുറിച്ചാണ്. അപ്പോൾ ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു കാരണം ഈ IAEAയുടെ ബോർഡ് ഓഫ് ഗവേണേഴ്സ് ഇപ്പോൾ റീസെൻ്റ്ലി ഇറാൻ്റെ ന്യൂക്ലിയർ പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട് ഇറാനെതിരായിട്ട് അതായത് അവർ കൃത്യമായിട്ട് IAEA ഇൻസ്പെക്ഷൻസുമായിട്ട് സഹകരിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരു റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ റെസൊല്യൂഷനെ കുറിച്ച് ഇന്നത്തെ ഹിന്ദുവിൻ്റെ പേജ് 12 ഒരു ചെറിയൊരു ആർട്ടിക്കിൾ വന്നിട്ടുണ്ട്. ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി എന്ന് പറയുന്നത് ലോകത്തിൽ സമാധാനപരമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ന്യൂക്ലിയർ ടെക്നോളജി, ന്യൂക്ലിയർ പവറും ഉപയോഗിക്കുന്നതിനെ പ്രൊമോട്ട് ചെയ്യുന്ന ആ ഒരു മേഖലയിൽ കോപ്പറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 1957 എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ഇന്റർ ഗവൺമെന്റൽ ഫോറം ആണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ സമാധാനപരമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ന്യൂക്ലിയർ ടെക്നോളജിയുടെ ഉപയോഗത്തിൽ പരസ്പരം സഹകരിക്കുന്ന, അതിനകത്ത് ടെക്നിക്കൽ കോപ്പറേഷന് വേണ്ടിയിട്ടും പീസ്ഫുൾ യൂസ് ഓഫ് ന്യൂക്ലിയർ ടെക്നോളജിക്ക് വേണ്ടിയിട്ടും അതിനെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുമാണ് ഈ ഒരു സംഘടന ഫോം ചെയ്തിട്ടുള്ളത്. ഇത് 1957 ഫോം ചെയ്യുന്നത്. ഇത് യുണൈറ്റഡ് നേഷൻസിനകത്ത് പ്രവർത്തിക്കുന്ന ഒരു ഓട്ടോണമസ് ആയിട്ടുള്ള ഓർഗനൈസേഷനാണ്. അപ്പോൾ ഇത് ഫോം ചെയ്യാനുള്ള കാരണം 1950കളിലും 60കളിലൊക്കെ US-നും അതുപോലെ തന്നെ സോവിയറ്റ് യൂണിയനും ഇടയിൽ വലിയ രീതിയിലുള്ള ന്യൂക്ലിയർ ആംസ് റേസ് നടക്കുന്ന ഒരു സാഹചര്യത്തിൽ ന്യൂക്ലിയർ പ്രോലിഫറേഷൻ ഒരുപാട് മുന്നോട്ട് പോകും എന്നുള്ള, അല്ലെങ്കിൽ പല രാജ്യങ്ങളും ന്യൂക്ലിയർ വെപ്പൺസ് അക്വയർ ചെയ്യുന്നൊക്കെയുള്ളൊരു സാഹചര്യം വരുന്ന സമയത്താണ് ആ ഒരു അലാമിംഗ് ആയിട്ടുള്ള സിറ്റുവേഷൻസിനെ അഡ്രസ്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത്. അതുകൂടാതെ ഇതേ കാലഘട്ടത്തിലാണ് ഈ ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി ഫോം ചെയ്തതിൻ്റെ തൊട്ട് പിന്നാലെയാണ് ഈ ന്യൂക്ലിയർ വെപ്പൺസിന്റെ പ്രോലിഫറേഷൻ തടയുന്നതിന് വേണ്ടിയിട്ട് NPT അല്ലെങ്കിൽ ട്രീറ്റി ഓൺ ദി നോൺ പ്രോലിഫറേഷൻ ഓഫ് ന്യൂക്ലിയർ വെപ്പൺസ് എന്ന് പറയുന്ന ട്രീറ്റി സൈൻ ചെയ്യുന്നതും അത് 1968 നിലവിൽ വരുന്നതും. അപ്പോൾ ആ ഒരു ന്യൂക്ലിയർ നോൺ പ്രോലിഫറേഷൻ ട്രീറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ നോൺ ന്യൂക്ലിയർ പവേഴ്സും, അതായത് ഈ NPT എന്ന് പറയുന്ന ട്രീറ്റിക്കകത്ത് ഇന്ത്യ, ഇസ്രായേൽ, പാകിസ്ഥാൻ, അതുപോലെ സൗത്ത് സുഡാൻ, നോർത്ത് കൊറിയ എന്നീ രാജ്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ NPTക്ക് പുറത്തുള്ള രാജ്യങ്ങൾ എന്ന് പറയുന്നത്. അതിനകത്ത് നോർത്ത് കൊറിയ ഒഴികെയുള്ള ഇന്ത്യയും ഇസ്രായേലും പാകിസ്ഥാനും സൗത്ത് സുഡാനും അത് ഇതുവരെ സൈൻ ചെയ്തിട്ടുള്ള
നോർത്ത് കൊറിയ സൈൻ ചെയ്തിട്ട് പിന്നീട് അതിൽ നിന്ന് വിഡ്രോ ചെയ്തതാണ്. സോ അതല്ലാത്ത ലോകത്തിലുള്ള ബാക്കിയുള്ള എല്ലാ രാജ്യങ്ങളും NPT സിഗ്നേറ്ററീസ് ആണ്. അപ്പോൾ ഈ NPT അനുസരിച്ച് 5 രാജ്യങ്ങളെയാണ് ന്യൂക്ലിയർ വെപ്പൺ സ്റ്റേറ്റുകളായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അമേരിക്ക, ബ്രിട്ടൻ, ഫ്രാൻസ്, റഷ്യ പ്ലസ് ചൈന. ഓക്കെ, അപ്പോൾ ഇതല്ലാത്ത ഈ NPT സൈൻ ചെയ്തിട്ടുള്ള NPT റാറ്റിഫൈ ചെയ്തിട്ടുള്ള എല്ലാ രാജ്യങ്ങളെയും വിളിക്കാറുള്ളത് നോൺ ന്യൂക്ലിയർ പവേഴ്സ് എന്നാണ്. അപ്പോൾ ഈ NPT അനുസരിച്ച് ഇത്തരത്തിൽ നോൺ ന്യൂക്ലിയർ പവേഴ്സ് ആയിട്ടുള്ള രാജ്യങ്ങളെല്ലാം തന്നെ അവരുടെ ന്യൂക്ലിയർ ഫെസിലിറ്റീസ് ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി പറയുന്ന ചില സേഫ് ഗാർഡ്സ് ഉണ്ട്, ഇവരുടെ ഇൻസ്പെക്ഷൻസ് പോലുള്ള ചില കാര്യങ്ങളുണ്ട്, അതിന് വേണ്ടിയിട്ട് തുറന്നു കൊടുക്കണം എന്നുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ പറയുന്ന നോൺ ന്യൂക്ലിയർ പവേഴ്സ് ആയിട്ടുള്ള NPT സിഗ്നേറ്ററീസ് ആയിട്ടുള്ള നോൺ ന്യൂക്ലിയർ പവേഴ്സിന്റെ ന്യൂക്ലിയർ പ്രോഗ്രാംസിനെ ഓവർസീ ചെയ്യാൻ, അതിനെ സൂപ്പർവൈസ് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ മോണിറ്റർ ചെയ്യാനുള്ള അധികാരം, അതുപോലെ തന്നെ അതിനകത്ത് എന്തെങ്കിലും സസ്പീഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ന്യൂക്ലിയർ ഫെസിലിറ്റീസ് ഇൻസ്പെക്ട് ചെയ്യാനുള്ള അധികാരമൊക്കെ ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിക്ക് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇനി അതുപോലെ തന്നെ മനസ്സിലാക്കേണ്ട മറ്റൊരു കേസ് എന്ന് പറയുന്നത് ഈ യുണൈറ്റഡ് നേഷൻസിന്റെ ആറ്റം ഫോർ പീസ് ആൻഡ് ഡെവലപ്മെന്റൽ ഏജൻസി ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ഏജൻസി കൂടിയാണ് ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി എന്ന് പറയുന്നത്. 2005 ഈ ന്യൂക്ലിയർ പ്രോലിഫറേഷൻ തടയുന്നത് വഴി ലോകത്തിൽ കുറച്ചും കൂടി സമാധാനം കൊണ്ടുവരാനൊക്കെ സഹായിച്ചിട്ടുള്ളതുകൊണ്ട് ആ ഒരു കാരണം കൊണ്ട് IAEAക്കാണ് 2005 നോബൽ പീസ് പ്രൈസ്, സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇറാനിലുള്ള പല ന്യൂക്ലിയർ ഫെസിലിറ്റീസിലും ഉണ്ടായിരുന്ന IAEA ഇൻസ്പെക്ഷൻസിനെ മറ പിടിച്ചുകൊണ്ട് ഇസ്രായേലിന്റെ ചാരസംഘടനയായിട്ടുള്ള മൊസാദും അതുപോലെ തന്നെ CIA ഒക്കെ ഈ ഇറാന്റെ ന്യൂക്ലിയർ ഫെസിലിറ്റീസിൽ സബോട്ടാജ് ഓപ്പറേഷൻസ് നടത്തുന്നു അല്ലെങ്കിൽ അവിടെ അട്ടിമറി ശ്രമങ്ങൾ നടത്തുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആരോപണം ഉന്നയിച്ചുകൊണ്ട് ഇറാന് ഈ IAEA ഇൻസ്പെക്ഷൻസുമായിട്ട് സഹകരിക്കുന്നത് കുറച്ചിട്ടുണ്ടായിരുന്നു. അതുമാത്രമല്ല ഇറാന്റെ ന്യൂക്ലിയർ പ്രോഗ്രാമിന്റെ മുകളിൽ കുറച്ചുകൂടി റെസ്ട്രിക്ഷൻസ് ഇമ്പോസ് ചെയ്തിട്ടുള്ള ഒരു എഗ്രിമെന്റ് ആയിരുന്നു 2015 വന്നിട്ടുണ്ടായിരുന്ന JCPOA എന്ന് പറയുന്നത്, ജോയിന്റ് കോംപ്രഹെൻസീവ് പ്ലാൻ ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു JCPOA അനുസരിച്ചിട്ടുള്ള ഒരു അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത് ഇറാനെതിരായിട്ട് യുണൈറ്റഡ് നേഷൻസും അതുപോലെ തന്നെ വെസ്റ്റേൺ പവേഴ്സും ഡിക്ലെയർ ചെയ്തിട്ടുള്ള സാമ്പത്തിക ഉപരോധം ഉൾപ്പെടെയുള്ള എക്കണോമിക് സാങ്ഷൻസ് അവർ വിഡ്രോ ചെയ്യും, പകരം ഇറാൻ അവരുടെ ന്യൂക്ലിയർ പ്രോഗ്രാമിനെ റെസ്ട്രിക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഈ ന്യൂക്ലിയർ പ്രോഗ്രാമിനകത്ത് പറഞ്ഞിട്ടുള്ള ചില റെസ്ട്രിക്ഷൻസ് ഉണ്ട്, അത് ഇറാൻ നടപ്പിലാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഇൻസ്പെക്ട് ചെയ്യാനുള്ള അധികാരം IAEAക്ക് ഉണ്ടായിരുന്നു. പക്ഷേ 2018 അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന ഡൊണാൾഡ് ട്രംപ് പ്രത്യേകിച്ച് ഒരു കാര്യമില്ലാതെ യൂണിലാറ്ററലായിട്ട് ഈ JCPOAയിൽ നിന്ന് പിന്മാറിയ സമയത്ത് അതിനൊരു റിട്ടാലിയേഷൻ ഉള്ള രീതിയിൽ ഇറാനും ഈ JCPOA അനുസരിച്ച് അവരുടെ മുകളിലുണ്ടായിരുന്ന റെസ്ട്രിക്ഷൻസ് പതുക്കെ ബ്രീച്ച് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ ഈ JCPOA അനുസരിച്ച് ഇറാന്റെ ന്യൂക്ലിയർ എൻറിച്ച്മെന്റ് എന്ന് പറയുന്നത് അറൗണ്ട് 3% ആയിരിക്കണം എന്നാണ് പറയുന്നത്. അതായത് 3.6% സംതിങ് ലൈക്ക് ദാറ്റ്. ഓക്കെ, ലെസ് ദാൻ 4% ആണ് ഇവരുടെ എൻറിച്ച്മെന്റ് ലിമിറ്റ് പറയുന്നത്. പക്ഷേ ഇപ്പോൾ ഇറാൻ ഏകദേശം 60% യുറേനിയം എൻറിച്ച് ചെയ്യുന്നുണ്ട്. 90% യുറേനിയം എൻറിച്ച് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഇതിനെയാണ് വെപ്പൺസ് ഗ്രേഡ് യുറേനിയം എന്ന് പറയുക. അതായത് ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ടാക്കാനുള്ള യുറേനിയം ആയിട്ട് മാറുക. അപ്പോൾ 60%-ൽ നിന്ന് 90%-ലേക്ക് എത്തുക എന്നുള്ളത് ജസ്റ്റ് ഒരു ചെറിയൊരു ടെക്നിക്കൽ ഹഡിലായിട്ട് മാത്രമാണ് പറയാറുള്ളത്. ബേസിക്കലി 60%-ൽ എൻറിച്ച് ചെയ്യാൻ അറിയുന്ന ആളുകൾക്ക് 90% എന്ന് പറയുന്നത് ഒരു ഈസി ടാസ്ക് ആണെന്നാണ് പറയാറുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ ഇറാൻ ഈ 60%-ൽ യുറേനിയം എൻറിച്ച് ചെയ്യാൻ തുടങ്ങിയതും അതുപോലെ തന്നെ ഇറാന്റെ പല ന്യൂക്ലിയർ ഫെസിലിറ്റീസിലും ഈ ഇസ്രായേലൊക്കെ നടത്തിയിട്ടുള്ള കുറേ സബോട്ടാജ് ഓപ്പറേഷൻസ് ഉണ്ട്, ചില സ്ഫോടനങ്ങളും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അവരുടെ കുറേ ന്യൂക്ലിയർ സയന്റിസ്റ്റുകൾ, ഈ മുഹസിൻ ഫക്രസാദെ പോലുള്ള അവരുടെ സീനിയർ ആയിട്ടുള്ള ചില ന്യൂക്ലിയർ സയന്റിസ്റ്റുകൾ ഈ ഇസ്രായേൽ അസാസിനേറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനൊരു റിട്ടാലിയേഷൻ എന്നുള്ള രീതിയിൽ IAEAയുമായിട്ട് ഇറാൻ സഹകരിക്കുന്നത് ഒരു വലിയ രീതിയിൽ റെസ്ട്രിക്ട് ചെയ്തിട്ടുണ്ട്. IAEA ഇൻസ്പെക്ടേഴ്സിന് ഇറാന്റെ കുറേ ന്യൂക്ലിയർ ഫെസിലിറ്റീസിലേക്കുള്ള ആക്സസ് ഒക്കെ ഇറാൻ ഡിനൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇപ്പോൾ ഈ ഒരു IAEAയുടെ ബോർഡ് ഓഫ് ഗവർണേഴ്സ് ഇത്തരത്തിലുള്ള റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ടുള്ളതെന്ന് മനസ്സിലാക്കുക. ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് നാഷണൽ TB എലിമിനേഷൻ പ്രോഗ്രാമിനെ കുറിച്ചാണ്. സോ ഈ നാഷണൽ TB എലിമിനേഷൻ പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ നിലവിലുള്ള ഇന്ത്യയിൽ ഈ നാഷണൽ TB എലിമിനേഷൻ പ്രോഗ്രാം അതുപോലെ തന്നെ ഇന്ത്യക്കൊരു നാഷണൽ സ്ട്രാറ്റജി ഓൺ TB എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് 2025 ആകുമ്പോഴേക്കും ഇന്ത്യയിലെ TB കംപ്ലീറ്റ്ലി എലിമിനേറ്റ് ചെയ്യാനാണ് ഗവൺമെൻറ് ഒരു ടാർഗറ്റായിട്ട് വെച്ചേക്കുന്നത്. പക്ഷേ നിലവിലുള്ള ഇന്ത്യയിലെ TBയുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രോട്ടോകോൾസ് ഒരു TB എലിമിനേഷൻ പ്ലേറ്റ് 2 ക്രിയേറ്റ് ചെയ്തതായിട്ടാണ് പറയുന്നത്. അതായത് നമുക്ക് TB എലിമിനേഷൻ വിചാരിച്ച പോലും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. ഇതൊരു സ്റ്റേബിൾ ഒരു എന്താ പറയുക, ഈ TB എലിമിനേഷനകത്തൊരു പ്രോഗ്രസ് ഇല്ലാത്ത അവസ്ഥ വന്നിട്ടുണ്ട്. അപ്പോൾ അത് കാരണം നിലവിലുള്ള TB പ്രോട്ടോകോളിനകത്ത് ചില റീവർക്കുകൾ ആവശ്യമാണെന്ന് ഹെൽത്ത് മിനിസ്ട്രി പറഞ്ഞതായിട്ടുള്ളൊരു വാർത്ത ഹിന്ദുവിൻ്റെ പേജ് 10 വന്നിട്ടുണ്ട്. ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ നാഷണൽ TB എലിമിനേഷൻ പ്രോഗ്രാം എന്ന് പറയുന്നത് ആക്ച്വലി ഇന്ത്യയിൽ ഈ TB എലിമിനേഷനുമായിട്ടുള്ള പ്രോഗ്രാംസ് ബന്ധപ്പെട്ടിട്ടുള്ള ഡെസിഗ്നേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാംസ് 1962 തൊട്ടേ ഇന്ത്യയിലുണ്ട്. അത് 1962 തൊട്ട് 97 വരെ ഈ പ്രോഗ്രാം അറിയപ്പെട്ടുകൊണ്ടിരുന്നത് നാഷണൽ TB പ്രോഗ്രാം എന്നുള്ള പേരിലായിരുന്നു.
പിന്നീട് 97 ഇതിന്റെ പേര് മാറ്റി റിവൈസ്ഡ് നാഷണൽ ട്യൂബർക്കുലോസിസ് കൺട്രോൾ പ്രോഗ്രാം എന്നാക്കി, അല്ലെങ്കിൽ RNTCP എന്നാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ RNTCP 1997 ലോഞ്ച് ചെയ്യുന്നത്. അതിന്റെ ഒരു സക്സസർ ആയിട്ടാണ് നാഷണൽ TB എലിമിനേഷൻ പ്രോഗ്രാം വന്നിട്ടുള്ളത്. സോ ഒരു 2020 തൊട്ട് ഈ പ്രോഗ്രാം അറിയപ്പെടുന്നത് നാഷണൽ TB എലിമിനേഷൻ പ്രോഗ്രാം എന്നാണ്. ഇപ്പോൾ യുണൈറ്റഡ് നേഷൻസിന്റെ ഒക്കെ ഒരു ഡിക്ലെയർഡ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് 2030 ആകുമ്പോഴേക്കും TBനെ ലോകത്ത് നിന്ന് തുടച്ചു മാറ്റുക എന്നുള്ളതാണ്. അപ്പോൾ അത് 2030 5 വർഷം മുമ്പ് 2025 ആകുമ്പോഴേക്കും ഇന്ത്യയിൽ TB എലിമിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ നാഷണൽ TB എലിമിനേഷൻ പ്രോഗ്രാമിന്റെ ഒരു ലക്ഷ്യമായിട്ട് പറയുന്നത്. അപ്പോൾ ഈ 2020 തൊട്ട് 25 വരെയാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ നാഷണൽ TB എലിമിനേഷൻ പ്രോഗ്രാമിന്റെ എൻവിസാജഡ് ആയിട്ടുള്ള പ്രോഗ്രാം ഷെഡ്യൂൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ നിലവിൽ ഇന്ത്യയുടെ നാഷണൽ ഹെൽത്ത് മിഷന്റെ കീഴിലുള്ള ഒരു ഫ്ലാഗ്ഷിപ്പ് കോമ്പോണന്റ് ആയിട്ടാണ് ഈ നാഷണൽ TB എലിമിനേഷൻ പ്രോഗ്രാം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ബേസിക്കലി ഇന്ത്യയിലെ ആന്റി ട്യൂബർക്കുലോസിസ് ആക്ടിവിറ്റീസിന്, അതായത് ഈ TB എലിമിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അതിനുള്ള ചികിത്സ, വാക്സിനേഷൻ പോലുള്ള കാര്യങ്ങൾക്കുള്ള ടെക്നിക്കൽ ആൻഡ് മാനേജറിയൽ ലീഡർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നത് ഈ പറയുന്ന നാഷണൽ TB എലിമിനേഷൻ പ്രോഗ്രാം ആണെന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യയിൽ 2025 ആകുമ്പോഴേക്കും TB എലിമിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു നാഷണൽ സ്ട്രാറ്റജിക് പ്ലാൻ 2017-25 ഉണ്ട്. അപ്പോൾ അതിനകത്ത് ഈ നാഷണൽ TB എലിമിനേഷൻ പ്രോഗ്രാമിനെ കുറിച്ച് പറയുന്നത് 2025 ആകുമ്പോഴേക്കും ഇന്ത്യനെ ഒരു TB ഫ്രീ ഇന്ത്യ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ നാഷണൽ TB എലിമിനേഷൻ പ്രോഗ്രാമിന്റെ കീഴിൽ വരുന്ന പ്രിവെന്റ്, ഡിറ്റക്ട്, ട്രീറ്റ്, ബിൽഡ് എന്നൊക്കെ പറയുന്ന ഡിഫറെന്റ് പില്ലേഴ്സ് ഉണ്ട്. ആ പില്ലേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് ഈ TB എലിമിനേഷനുമായിട്ട് ബന്ധപ്പെട്ട് യൂണിവേഴ്സൽ കവറേജ് നേടുക, സോഷ്യൽ പ്രൊട്ടക്ഷൻ നേടുക എന്നുള്ളതാണ് ഇതിന്റെ ലക്ഷ്യങ്ങളായിട്ട് പറയുന്നത്. ഓക്കെ, ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ നാഷണൽ TB എലിമിനേഷൻ പ്രോഗ്രാം പ്രൊവൈഡ് ചെയ്യുന്ന പ്രധാനപ്പെട്ട സർവീസസ് എന്ന് പറയുന്നത് ഈ TB ചികിത്സ ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുക, ക്വാളിറ്റി ട്യൂബർക്കുലോസിസ് ഡയഗ്നോസിസ് പ്രൊവൈഡ് ചെയ്യുക, അതുപോലെ തന്നെ ട്രീറ്റ്മെന്റ് സർവീസസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് ഇവർ പ്രധാനമായിട്ട് ഗവൺമെന്റ് ഹെൽത്ത് സർവീസസിലൂടെ ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഇവർ പ്രധാനമായിട്ടും ചെയ്യുന്നത്. ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് സ്റ്റാർ ലൈനറിനെ കുറിച്ചാണ്. ഇപ്പോൾ ഈ സ്റ്റാർ ലൈനറിനെ കുറിച്ച് ഇതിന് മുമ്പ് നമ്മൾ ഡെയിലി ന്യൂസ് അനാലിസിനകത്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ നാസയുടെ ഒരു കൊമേഴ്ഷ്യൽ ക്രൂ പ്രോഗ്രാം എന്ന് പറയുന്നൊരു മിഷൻ ഉണ്ട്. അതിന്റെ ഭാഗമായിട്ട് വരുന്ന അതിൻ്റെ ഒരു കോമ്പോണന്റ് ആണ് ബേസിക്കലി ഈ സ്റ്റാർ ലൈനർ പ്രോഗ്രാം എന്ന് പറയുന്നത്. ഇത് അമേരിക്കയിലെ ഒരു കമ്പനി ആയിട്ടുള്ള ബോയിങ് ആണ് ഈ സ്റ്റാർ ലൈനർ സ്പേസ് ക്രാഫ്റ്റ് ബിൽഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന്റെ ലോഞ്ച് ഇപ്പോൾ കുറേ സമയമായിട്ട് മാറ്റിവെച്ച് ഇപ്പോൾ അവസാനം ഇന്നലെ ഇത് സക്സസ്ഫുൾ ആയിട്ട് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യൻ വംശജയായിട്ടുള്ള സുനിത വില്യംസ് ഒക്കെയാണ് ഈ സ്റ്റാർ ലൈനറിന്റെ ഫസ്റ്റ് മിഷനകത്ത് സ്പേസിലേക്ക് പോകുന്ന ആദ്യത്തെ ആസ്ട്രോനോട്സിൽ ഒരാളെന്ന് പറയുന്നത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിന്റെ വേൾഡ് പേജിനകത്ത് ഒരു വാർത്തയുണ്ട്. ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സ്റ്റാർ ലൈനർ എന്ന് പറയുന്നത് അമേരിക്കയിലെ ഒരു ഡിഫൻസ് ആൻഡ് എയർലൈൻ കമ്പനി ആയിട്ടുള്ള ബോയിങ്ങിന്റെ ഒരു സ്പേസ് ഡിവിഷൻ ഉണ്ട്. ആ ബോയിങ് ബിൽഡ് ചെയ്തിട്ടുള്ള ഒരു സ്പേസ് ക്രാഫ്റ്റ് ആണ് ഈ സ്റ്റാർ ലൈനർ എന്ന് പറയുന്നത്. ഇതിന്റെ ഒഫീഷ്യൽ നെയിം എന്ന് പറയുന്നത് CST-100 എന്നാണ്. സോ ഇതൊരു പാർഷ്യലി റീയൂസബിൾ ആയിട്ടുള്ള ക്രൂ ക്യാപ്സ്യൂൾ ആണെന്ന് മനസ്സിലാക്കുക. അതായത് അത് തിരിച്ച് ലാൻഡ് ചെയ്ത് കഴിഞ്ഞാലും അത് വീണ്ടും പുനരുപയോഗിക്കാൻ പറ്റുന്ന, പാർഷ്യലി പുനരുപയോഗിക്കാൻ പറ്റുന്ന ഒരു ക്രൂ ക്യാപ്സ്യൂൾ ആണ്. ഇതിന്റെ പർപ്പസ് എന്ന് പറയുന്നത് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് ആസ്ട്രോനട്സിനെ, അതായത് ഇത്തരത്തിൽ ആളുകളെയും അതുപോലെ തന്നെ കാർഗോയും എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന സ്റ്റാർ ലൈനർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ സ്റ്റാർ ലൈനറിനകത്ത് 2 പ്രധാനപ്പെട്ട മൊഡ്യൂൾസ് ആണുള്ളത്. ഒരു ക്രൂ മൊഡ്യൂൾ ഉണ്ട് ആളുകളെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ ക്രൂ മൊഡ്യൂളിനകത്ത് അറ്റ്ലീസ്റ്റ് 7 പേരെ, അപ്രോക്സിമേറ്റ്ലി 7 ആസ്ട്രോനട്സിനെ വരെ അവർക്ക് ക്യാരി ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഒരു സർവീസ് മൊഡ്യൂൾ ഉണ്ട്. ഈ സർവീസ് മൊഡ്യൂളിലാണ് ഈ ക്രൂവിന് ആവശ്യമായിട്ടുള്ള എസെൻഷ്യൽ ആയിട്ടുള്ള സാധനങ്ങൾ, ഇപ്പോൾ ഇലക്ട്രിസിറ്റി, പ്രൊപ്പൽഷൻ, ലൈഫ് സപ്പോർട്ട് പോലുള്ള കാര്യങ്ങളൊക്കെ ഈ സർവീസ് മൊഡ്യൂളിലാണ് ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു മിഷൻ സക്സസ്ഫുൾ ആയി കഴിഞ്ഞാൽ നാസക്കും ബോയിങ്ങിനും ഇത് വളരെ സിഗ്നിഫിക്കൻ്റ് ആണെന്നാണ് പറയുന്നത്. ഒന്ന്, ബോയിങ്ങിന് ഇതൊരു കൊമേഴ്ഷ്യലിയാണ് ബോയിങ് ഈ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ബോയിങ്ങിന് ഇതൊരു പുതിയ വരുമാന മാർഗ്ഗമാണ്. അതുപോലെ മാത്രമല്ല നാസയെ സംബന്ധിച്ചിടത്തോളം നിലവിൽ നാസ ഇത്തരത്തിലുള്ള ക്രൂസിനെയും അതുപോലെ തന്നെ ലോജിസ്റ്റിക്സ് ഓപ്പറേഷൻസ് അല്ലെങ്കിൽ സാധനങ്ങളൊക്കെ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് നിലവിൽ യൂസ് ചെയ്യുന്നത് സ്പേസ് എക്സിന്റെ ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ ഈ കൊമേഴ്ഷ്യൽ ക്രൂ പ്രോഗ്രാം, നാസയുടെ കൊമേഴ്ഷ്യൽ ക്രൂ പ്രോഗ്രാമിനകത്ത് ഇവർക്ക് ഈ സ്പേസ് എക്സിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നത് മാറ്റിയിട്ട് ഇവർക്കൊരു പൊട്ടൻഷ്യൽ ഓൾട്ടർനേറ്റീവ് കൂടി കിട്ടും എന്നുള്ളതാണ് ഇതിന്റെ അഡ്വാൻറ്റേജ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ കൊമേഴ്ഷ്യൽ ക്രൂ പ്രോഗ്രാമിനെ കുറിച്ചും കൂടി ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഈ കൊമേഴ്ഷ്യൽ ക്രൂ പ്രോഗ്രാം എന്ന് പറയുന്നത് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് കോസ്റ്റ് എഫക്റ്റീവായിട്ട് ഹ്യൂമൻ ട്രാൻസ്പോർട്ടേഷനും അതുപോലെ തന്നെ സാധനങ്ങളൊക്കെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രൈവറ്റ് പാർട്ടീസുമായിട്ട് കോപ്പറേറ്റ് ചെയ്തുകൊണ്ട് നാസ നടത്തുന്ന ഒരു പ്രോഗ്രാമാണ് കൊമേഴ്ഷ്യൽ ക്രൂ പ്രോഗ്രാം എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും ആളുകളെ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് കോൺട്രാക്ട് ബേസിസിൽ ക്യാരി ചെയ്യുക എന്നുള്ളതാണ് ഈ കൊമേഴ്ഷ്യൽ ക്രൂ പ്രോഗ്രാം കൊണ്ട്
ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നാസക്ക് അത് നേരിട്ട് ഈ പ്രൊജക്റ്റുകൾ നടപ്പിലാക്കുന്നതിന് പകരം ഇവർക്ക് ഈ ഓപ്പറേഷൻസിന് വേണ്ടിയിട്ട് പ്രൈവറ്റ് പാർട്ടീസിനെ ഡിപ്പെൻഡ് ചെയ്താൽ മതി. സോ അതിൻ്റെ കുറേ ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ നാസക്ക് ലാഭിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അമേരിക്കയിൽ പ്രൈവറ്റ് ഇൻഡസ്ട്രീസുമായിട്ട് സഹകരിച്ചിട്ടാണ് ഇത് നടത്തുന്നത്. അപ്പോൾ ഈ കൊമേഴ്ഷ്യൽ ക്രൂ പ്രോഗ്രാമിനകത്ത് നിലവിൽ ഓപ്പറേഷണലൈസ് ചെയ്യപ്പെട്ടിട്ടുള്ള ഓരോരെണ്ണം എന്ന് പറയുന്നത് സ്പേസ് എക്സിൻ്റെ ഡ്രാഗൺ 2 എന്ന് പറയുന്ന സ്പേസ് ക്രാഫ്റ്റ് ആണ്. അത് 2020 തൊട്ട് നാസക്ക് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ ബോയിങ്ങിൻ്റെ സ്റ്റാർ ലൈനർ ഓപ്പറേഷണൽ ആയി കഴിഞ്ഞാൽ ഈ പറയുന്ന ഡ്രാഗൺ 2 സ്പേസ് ക്രാഫ്റ്റിൻ്റെ കൂടെ ഈ സ്റ്റാർ ലൈനറും കൂടി ഈ പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചു തുടങ്ങുന്നത് മനസ്സിലാക്കുക. സോ ഇനി നമുക്ക് അവസാനമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത് പ്ലേസസ് ഇൻ ന്യൂസ് ആണ്. അത് നുസന്താരയാണ്. സോ നുസന്താര എന്ന് പറയുന്നത് ഇന്തോനേഷ്യയുടെ ഒരു ഫ്യൂച്ചർ ക്യാപിറ്റൽ സിറ്റിയാണ്. അതായത് നിലവിലെ ഇന്തോനേഷ്യയുടെ ക്യാപിറ്റൽ സിറ്റി ആയിട്ടുള്ള ജക്കാർത്ത വലിയ രീതിയിലുള്ള ചില പ്രതിസന്ധികൾ നേരിടുന്നുണ്ട്. ഒന്ന് പോപ്പുലേഷൻ ഗ്രോത്തും, മറ്റൊന്ന് ഈ സീ ലെവൽ റൈസ് കാരണം ഈ ജക്കാർത്തയുടെ പല ഭാഗങ്ങളുമൊക്കെ സബ്മേർജ്ഡ് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് ആ ഒരു സാഹചര്യത്തിൽ ഒരു ഓൾട്ടർനേറ്റീവ് ആയിട്ട് അവർ പുതിയൊരു ക്യാപിറ്റൽ ബിൽഡ് ചെയ്യുന്നതാണ് ഈ നുസന്താര എന്ന് പറയുന്നത്. സോ ഈ ജക്കാർത്ത എന്ന് പറയുന്നത് നിലവിലുള്ള അവരുടെ ക്യാപിറ്റൽ സിറ്റി ആയിട്ടുള്ള ജക്കാർത്ത ജാവ ഐലൻഡിലാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന് പകരം ഇന്തോനേഷ്യയിലെ ഏറ്റവും വലിയ ഐലൻഡ് ആയിട്ടുള്ള ബോർണിയോ എന്ന് പറയുന്ന ഐലൻഡ് ഉണ്ട്. ലോകത്തിലെ തന്നെ 3ാമത്തെ വലിയ ഐലൻഡാണ് ഈ ബോർണിയോ എന്ന് പറയുന്നത്. ഈ ബോർണിയോ ഐലൻഡിന്റെ ഈസ്റ്റ് കോസ്റ്റിലായിട്ട് ഇപ്പോൾ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഇന്തോനേഷ്യയുടെ ഫ്യൂച്ചർ ക്യാപിറ്റൽ സിറ്റിയാണ് ഈ നുസന്താര എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഇപ്പോൾ ഡിസ്കസ് ചെയ്യാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ജൂലൈ ഓഗസ്റ്റ് ഒക്കെ ആകുമ്പോഴേക്കും ഈ ക്യാപിറ്റൽ സിറ്റിയിലേക്ക് ഇന്തോനേഷ്യയുടെ പ്രസിഡൻഷ്യൽ പാലസ് ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ പ്രസിഡൻഷ്യൽ ഓഫീസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഷിഫ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതായത് ഈ വർഷം തൊട്ട് ഈ ക്യാപിറ്റൽ സിറ്റി അവർ ഗ്രാജുവലി ഉപയോഗിച്ച് തുടങ്ങും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ലൊക്കേഷൻ ഒന്ന് മനസ്സിലാക്കുക. ഇത് ഈ ബോർണിയോ ഐലൻഡിന്റെ ഈസ്റ്റ് കോസ്റ്റിലായിട്ടാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ബോർണിയോ ഐലൻഡിനകത്തുള്ള പ്രധാനപ്പെട്ട ഒരു പ്രൊവിൻസ് ആണ് ഈസ്റ്റ് കളിമന്ദൻ പ്രൊവിൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഈസ്റ്റ് കളിമന്ദൻ പ്രൊവിൻസിനകത്താണ് ഈ പറയുന്ന ഇവരുടെ നുസന്താര എന്ന് പറയുന്ന ക്യാപിറ്റൽ സിറ്റി ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് അടുത്തുകൂടി ഈ ക്യാപിറ്റൽ സിറ്റിയുടെ അടുത്തുള്ള 2 വാട്ടർ ബോഡീസ് ആണ്. ഒന്ന് മക്കസാർ സ്ട്രൈറ്റ് എന്ന് പറയുന്ന സ്ട്രൈറ്റ്. ഓക്കെ, ഈ ഒരു സ്ട്രൈറ്റിനെയാണ് മക്കസാർ സ്ട്രൈറ്റ് എന്ന് വിളിക്കുന്നത്. ഇത് ബേസിക്കലി ഈ ബോർണിയോ ഐലൻഡിൻ്റെയും അതുപോലെ തന്നെ സുലവാസി ഐലൻഡിൻ്റെയും ഇടയിലാണ് ഈ മക്കസാർ സ്ട്രൈറ്റ് ഉള്ളത്. അതുപോലെ തന്നെ ഒരു ബാലി കപ്പാൻ ബേ എന്ന് പറയുന്ന ഒരു ബേ ഉണ്ട്. ഓക്കെ, ഈ ഒരു ബേ ഏരിയയും ഈ ക്യാപിറ്റൽ സിറ്റിയുടെ അടുത്തായിട്ടാണ് കിടക്കുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഡെയിലി ന്യൂസ് അനാലിസിനകത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു ഓൾ.